കുട്ടികളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ വനത്തിൽ തന്നെ വെള്ളം ദിവസം തോറും കുറയുകയാണ്. ഇന്ന് നമുക്ക് കാണാം ആ വെള്ളം കണ്ടെത്താന് മൃഗങ്ങൾ തുടങ്ങുന്ന ഒരു അദ്ഭുത യാത്ര. അടുത്ത ദിവസം രാവിലെ വനം മുമ്പത്തെ പോലെ സന്തോഷത്തോടെയല്ല ഉണർന്നത്. പുല്ലുകൾ വരണ്ടിരിക്കുന്നു, ചെറിയ കുളങ്ങൾ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. മൃഗങ്ങളുടെ മുഖത്ത് വിഷമം വ്യക്തമാണ്. ഒരു ചെറിയ പക്ഷി പാറയുടെ മേളിരുന്ന് ചുക്കി. ഒരു തുള്ളി വെള്ളമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ? അത് കേട്ട് ലില്ലി മുയലിന്റെ കണ്ണുകൾ നിറഞ്ഞു. ലില്ലി പതുക്കെ മുന്നോട്ട് വന്നു പറഞ്ഞതാ. നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ല. വെള്ളം കണ്ടെത്താൻ നമ്മൾ യാത്ര പോകണം. ചിന്നു അണ്ണാൻ തല കുലുക്കി. അതെ, വനം മുഴുവൻ തിരഞ്ഞാൽ എവിടെയെങ്കിലും ഉറവ ഉണ്ടാക്കും. രാജാവ് ഗജേന്ദ്രൻ. രാജാവ് ഗജേന്ദ്രൻ എല്ലാവരെയും ചേർത്ത് പറഞ്ഞു, നമ്മൾ ചെറുതും വലുതുമായ ഒരു സംഘമായി പോകാം. ഓരോരുത്തരുടെയും കഴിവ് ഉപയോഗിക്കണം. അങ്ങനെ ഒരു ചെറിയ സംഘം തയ്യാറായി. ലില്ലി, വേഗം! ചിന്നു, മരങ്ങൾ കയറാൻ. കാക്ക ബുദ്ധി, ഫോക്സി വഴികൾ അറിയാം. യാത്ര തുടങ്ങുമ്പോൾ ഫോക്സി നെറി ചിന്തിച്ചു. ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? എനിക്ക് മാത്രം വെള്ളം കിട്ടിയാൽ മതി. പക്ഷേ അതവൻ ആർക്കും പറഞ്ഞില്ല. അവർ നടന്നു, കുന്നുകൾ കയറി, വെയിലത്തെ തളർന്നു. ലില്ലി ക്ഷീണിച്ചു, ചിന്നു താഴെയിരുന്നു. നമ്മൾ ശരിയായ വഴിയിലാണോ? അപ്പോൾ ഒരു പഴയ കിണറിന്റെ അരികിലെത്തി അവർ. അകത്തൽപ്പം വെള്ളം, പക്ഷേ വളരെ താഴെ. എനിക്ക് എത്താൻ പോരുന്നില്ല. അപ്പോഴാണ് കാക്ക മുന്നോട്ട് വന്നത്. ഭയപ്പെടണ്ടേ, എനിക്കൊരു ഐഡിയ ഉണ്ട്. കാക്ക പറഞ്ഞു, ചെറിയ കല്ലുകൾ ഒന്നൊന്നായി കിണറ്റിൽ ഇടാണ്. കല്ലുകൾ വീണു, വെള്ളം മുകളിലേക്ക് വന്നു. കുറച്ചുകൂടി. അവസാനം വെള്ളം മുകളിലെത്തി. ചെറിയ പക്ഷി വെള്ളം കുടിച്ചു. എല്ലാവരും സന്തോഷത്തോടെ നോക്കി. കാക്കി, നീ സൂപ്പറാണ്. പക്ഷിയുടെ തല താഴ്ന്നു. ഞാൻ തെറ്റായി ചിന്തിച്ചു. ഒറ്റയ്ക്കല്ല. ഒരുമിച്ചാൽ മാത്രമേ നമ്മൾ ജയിക്കൂ. ആ ദിവസം ഫോക്സി ഒരു പാഠം പഠിച്ചു. അവർ വെള്ളത്തിന്റെ വഴി ഓർമ്മിച്ചു, വനത്തിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ ഇത് മതിയാകുമോ? വനം മുഴുവൻ രക്ഷപ്പെടുമോ? അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം.